നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി പരിപ്പ് കറിയുടെ റെസിപ്പി ഒന്ന് കാണാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ പരിപ്പാണ് മസൂർ ദാൽ, ഓറഞ്ച് പരിപ്പ് എന്നൊക്കെ പറയും. 1 കപ്പുണ്ട്. അതൊന്ന് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അളവിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. നല്ലൊരു പുളിക്ക് വേണ്ടിയിട്ട് 1 തക്കാളിയാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 സവോളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ മതിയാകും. ഈ ഒരു മസൂർ ദാൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. 1 കപ്പ് അളവിൽ ഞാനിവിടെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഇവിടെ ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആ ഒരു ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു കറി നന്നായിട്ട് കുറുകി തന്നെ വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് കടുക് താളിച്ചു കൊടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഒന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ സൂപ്പറാട്ടോ ഇത്. ഇനി ഒരല്പം ഉലുവ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെ സാധാരണ പരിപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു മസൂർ ദാൽ വെച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കുവാണെങ്കിൽ. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി, പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് പരിപ്പ് കറിയുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.